എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഫാമിലിയുടെ കൂടെയാണ് വീഡിയോ എടുക്കുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കൂടാനുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോൾ തൊടുപുഴയിലല്ലേ, അച്ഛൻ്റെ സ്ഥലത്താണ്. ആരാ വണ്ടി എടുത്തേ? മിഥുൻ എടുത്തോളും വണ്ടി. മിഥുന് നമ്മുടെ അളിയൻ്റെ ഇന്നോവ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും മാറിക്കോ. ഞങ്ങളുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ എത്ര പേരുണ്ടായിരുന്നു? 30 പേരുണ്ട്. ഒരു 35 പേര് കാണുമായിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിലായിരുന്നു. അച്ഛൻ്റെ കുടുംബത്തായിരുന്നു ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. എല്ലാവരും ഉച്ചയ്ക്ക് വന്നു, ഫുഡ് അടിച്ചു. ഞങ്ങൾ കുറേ നേരം അവിടെ ചില്ലടിച്ചു, കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തു. ഇനി ഞങ്ങളെല്ലാവരും കൂടി പിള്ളേരെ കൊണ്ട് പാർക്കിൽ പോവാണ്. ടൗണിലൊക്കെ ഒന്ന് കറങ്ങണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഇന്നൊരു പാർക്കിൽ പോവാണ് പിള്ളേരെയും കൊണ്ട്. ബാറിലാണ് മോനെ, പാർക്കില്. അക്ഷരം മാറിയാണോ നീ കേൾക്കുന്നത്? ഇവിടെ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട്. അമേലിയതേ ഓടിപ്പോയി വണ്ടിയെ കയറി പാർക്കിൽ പോകാന്ന് പറഞ്ഞപ്പോഴത്തേനും. ഹലോ ബേബി. അമേലിയ ബേബി മൈൻഡ് പോലും ചെയ്യുന്നില്ല. അമേലിയ ബേബി ഡാടാ വണ്ടി എടുക്കട്ടെങ്കിൽ മാർക്കേ. ഇവിടെ നിന്നല്ലേ നമ്മൾ വെള്ളം കുടിച്ചേ അമേലിയ? നമ്മളിന്ന് വെള്ളം ഞാൻ കോരി തന്നില്ലേ? ഇത് ഞങ്ങളുടെ ചാച്ചൻ്റെ വീടാണ് കേട്ടോ. ചാച്ചൻ്റെ വീട്ടിലിതേ പുൽക്കൂടും ഒക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും കയറ്. നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്യുവാണല്ലോ. ഈ ഒരാളെ നോക്കിയാ എല്ലാരും വെയിറ്റ് ചെയ്യുന്നത്. വേഗം വാ. ടാനി ചേച്ചി വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ കണ്ണും കാലും കഴിച്ചു. ഗായ്സ് ഇങ്ങോട്ട് വരാൻ പറ. ജിയോട് ജിയോ ഇങ്ങോട്ട് വരാൻ. അയ്യോ ഇല്ലേ എടാ, ഇവരെന്താ പരിപാടിയാ കാണിച്ചേ? ഗൈസ്, പാതിരാത്രി ആയപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ മലങ്കര ഡാമിലെത്തി. പിള്ളേരെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരുട്ടിൽ ഡാം കണ്ടുകൊണ്ടിരിക്കുവാണ്. അല്ലേ മേലിയ? ഞങ്ങൾ അങ്ങനെ വലിയൊരു ഗ്യാങ്ങായിട്ട് പോവാണ് എല്ലാവരും കൂടെ. ഡാം കാണാൻ ഇരുട്ടത്ത് പോയി ഡാം കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവാണ്. ഇനി എങ്ങോട്ടാ പോകുന്നത്? പാർക്കിലാണെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പിടിക്കാൻ അടിയാണ് ഗൈസ്. കയറ്റത്തിൽ കയറുമ്പോൾ പിടിക്കാൻ ആർക്കും വയ്യ. അതുകൊണ്ട് ഇപ്പോഴേ പിള്ളേരെ വാങ്ങിച്ച് നോബിൻ കയ്യെ പിടിച്ചിട്ടുണ്ട്. ഇനി കയറ്റം കയറുമ്പോഴത്തേക്കിന് ഇവന്മാരെ ഏൽപ്പിക്കാനുള്ള പരിപാടിയാണ്. അഞ്ജല, എൻ്റെ കൊച്ച് അവിടെ തന്നെ ഇരിക്കണമെന്ന് പറയണം കേട്ടോ. വേറെ ആരും എൻ്റെ കൊച്ചിനെ എടുക്കണ്ട. പട്ടി ചന്തയ്ക്ക് പോയ പോലെ എല്ലാവരും കൂടെ വരുന്നുണ്ട്. ടിക്കറ്റ് എടുത്തപ്പോഴേ പറഞ്ഞു ഡാം അവിടെ വന്ന് എന്നിട്ട് ഡാം കാണാനായിട്ട് എല്ലാവരും വെച്ച് പിടിച്ചു. നോബിനാണ് ശിക്ഷ കൊടുക്കേണ്ടത്. നോബിനോട് അവർ പറഞ്ഞത്. പിന്നെ ഷോർട്ട് കട്ട് നോക്കട്ടെ. എന്താ പറയാൻ പറ്റത്തില്ല. ചേച്ചിയുടെ ഞങ്ങളിപ്പോൾ മലമ്പുഴ ഡാമിനടുത്തുള്ള ചിൽഡ്രൻസ് പാർക്കിലാണ്. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി വൈബാണ്. പിള്ളേർക്ക് ഇവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേനും ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ അതിലൂടെ എല്ലാം കയറി ഇറങ്ങി പതുക്കെ വരത്തുള്ളൂ. അവർ കുറച്ച് എൻജോയ് ചെയ്യട്ടെ. അമേലിയ ഇതിലൂടെ കയറി പോകുന്നതുണ്ടോ റോപ്പിലൊക്കെ ചവിട്ടി? അമേലിയ, you are very brave. Are you enjoying it? ആണോ? മോളിൽ എന്നാ പരിപാടി? അടുത്ത ആള് കയറി പോകുന്നു. പിന്നെ ആർക്കും വേണമെങ്കിലും കയറാം. അത് പൊട്ടിക്കാതിരുന്നാ മതി. ഒരു കുഴപ്പമില്ല. അവര് കയറിക്കോളൂ. അവര് കയറുന്ന അവരതിലൊക്കെ പ്രോയാണ്. പ്രോ. എന്റെ പിള്ളേരെ അങ്ങോട്ട് എൻജോയ് ചെയ്യും, അർമാദിക്ക് അങ്ങോട്ട്. പിന്നെ അല്ലാതെ ഇതിനു വേണ്ടിയിട്ടൊക്കെ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞേ. അപ്പൊ കയറിക്കോ, നിങ്ങളും കയറിക്കോ, ഒരു വിഷയമില്ല, എല്ലാരും കയറിക്കോ. ഞങ്ങൾ അങ്ങനെ ഒരിടത്തോട്ട് ചാടി ഓടിക്കൊണ്ടിരിക്കുവാണ്. അച്ഛൻ ഇങ്ങനെ റഫറി ആയിട്ട് നിൽക്കുന്നു. ചുറ്റും ആൾക്കാരുണ്ട്. പലരും പല സ്ഥലത്തോട്ട് ചെതറിപ്പോയി. അടുത്ത ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ യാതൊരു കൺട്രോളും ഇല്ലാതെ 2 പേര് സീസോയിൽ കയറിയിരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. ഇതൊന്ന് പറിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത്. ഇവരെല്ലാം ഈ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് കയറുന്നത്. അപ്പുറത്തോടെ കയറത്തില്ല, ഇവിടുന്ന് മേളിലോട്ട് കയറും. ഒരാൾ പോന്നിട്ട്
വേണ്ട, ഞങ്ങളുടെ കൂടെ വന്ന ഒരാളാ ഈ മേളിൽ കയറി സ്റ്റക്കായിട്ടിരിക്കുന്നത്, ഇറങ്ങാൻ പറ്റുന്നില്ലേ? ജാങ്കോ പെട്ടോ? എന്റെ പിള്ളേര് ബ്രേവാണ്. അതെ, ഒരു കുഴപ്പമില്ല, പുട്ടു പോലെ ഇറങ്ങി വരുന്നുണ്ടോ. അമേലിയായി മിഥുനും ദേ ഇവിടെ ഓരോരുത്തരെ ഓരോ ചൈൽഡ് മൈൻഡറിനെ ഏൽപ്പിച്ചേക്കോ ഞാന്. അമേലിയയുടെ ചൈൽഡ് മൈൻഡർ മിഥുൻ. പക്ഷെ അവര് എൻജോയ് ചെയ്യുന്നുണ്ട്. ആണോ? അതാ ഞങ്ങള് പിന്നെ ഇവരെ റെഗുലർ ആയിട്ട് കൊണ്ടുപോകും. നമുക്ക് ഇഷ്ടം പോലെ ചൈൽഡ് മൈൻഡറാ. അതാ ഞാൻ പറഞ്ഞേ, ഇപ്പൊ ആഞ്ചലയുടെ ചൈൽഡ് മൈൻഡർ മിഥുൻ, അല്ല സാൽവിൻ. അമേലിയയുടെ മിഥുൻ. ചൈൽഡ് മൈൻഡർ ഒരു നാടാൻ തുടങ്ങിയോ? അയ്യോ ചുമ്മാ അറിയുന്ന കേട്ടോ, ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ്, നമ്മുടെ ബന്ധുക്കളല്ല. ചൈൽഡ് മൈൻഡർ ഒന്നും അല്ല. എടാ നീ എന്തിനാടുന്നേ? നീ ആടുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ അതെ ഞങ്ങളുടെ അടുത്ത ചൈൽഡ് കയറുന്നുണ്ട്. ചൈൽഡ് അല്ല, ബിഗ് ബോയ് ആണെന്ന് പറയുന്നത്. അവിടെ കാല് സപ്പോർട്ട് ചെയ്യരുത്. ദേ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ സാൽവിൻ ചൈൽഡ് മൈൻഡറും ആഞ്ചല. സാൽവിന്റെ അടപ്പിളക്കി അല്ലേടാ ഞാൻ കണ്ടു ഓടിക്കുന്നേ. നീ 2-3 ദിവസം ഇവിടെ കൊണ്ടുപോകും. എൻ്റെ പിള്ളേർ ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഇനി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് 2 മാസത്തേക്ക് നടത്തുന്നതായിരിക്കും. അയ്യ അവിടെ ഭയങ്കര എൻജോയ്മെൻറ്റ് നടക്കുക. നല്ല സ്ഥലമല്ലേ കൊച്ചൂസേ? അവന് ഇഷ്ടപ്പെട്ടോ? ആയിരുന്നു. നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് പരിപാടിയായിരുന്നു, അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ തിരക്കിലായിരുന്നു. ഇതെല്ലാം തുടങ്ങിയത് ഒരു ഊഞ്ഞാലാട്ടത്തിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ ഊഞ്ഞാലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഊഞ്ഞാലെല്ലാം പാർക്കിൽ കൊണ്ടുപോയി ഊഞ്ഞാലടിക്കാമെന്ന്. അപ്പോൾ അവസാനം പാതിരാത്രിയിൽ ഇവിടെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷവും കഴിഞ്ഞ് വന്നിട്ട് മലമ്പുഴ ഡാമിൻ്റെ പാർക്കിൽ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുകയാണ്. അമേലിയ ഹാപ്പി ആയോ? ഹാപ്പി ആയി ആവൂലോ? അയ്യോ ഇല്ല, ട്രൈ ചെയ്. ഇതെന്താ അവന് സുഖമായിട്ട് പറ്റും. അവന് 50 കിലോ ഉള്ളൂ, ഞാൻ 80 കിലോ പോകണം. ഇതേ ഇവിടെ പാർക്കിലെ പരിപാടി കഴിഞ്ഞു. എല്ലാവരും വന്ന് ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ പാർക്കിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കയറുവാണ്. അങ്ങനെ ഫൈനലി ഡാമിൻ്റെ തീരത്തുള്ള കലാപരിപാടികളെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ തൊടുപുഴ ടൗണിലുള്ള KFCയിൽ വന്നു. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകണം. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ KFC ബക്കറ്റ് ചിക്കനൊക്കെ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടെ വേഗം വിശന്നിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു. ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകണം നമുക്ക്. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് എല്ലാവരും ഫുഡൊക്കെ അടിച്ചു. ഈ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ രാത്രിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ബാക്കിയുള്ള വീഡിയോസൊക്കെ പക്ക ആയിരിക്കും ഞങ്ങളുടെ. ഇത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയുള്ളൊരു പള്ളിയാണ്, മുതലക്കോടം പള്ളി എന്ന് പറയും. ഇവിടെ നല്ല അടിപൊളി ക്രിസ്മസ് ലൈറ്റും ഡെക്കറേഷൻസൊക്കെയാണ്. LED ലൈറ്റ് കൊണ്ട് അവർ ക്രിബ് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്, ഏഞ്ചൽസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇവിടുത്തെ ഡെക്കറേഷൻസ് എല്ലാം കാണാനായിട്ട്. പള്ളിയുടെ 2 വശവും ലൈറ്റും ഡെക്കറേഷൻസുമായിട്ട് അവർ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ക്രിസ്മസ് പ്രമാണിച്ച് ഒത്തിരി പേര് ഇവിടെ കാണാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രിയിൽ ഇത് കാണാൻ നല്ല രസമാണ്. ഞങ്ങളിതേ അങ്ങനെ വീട്ടിലെത്തി. അടുത്ത ആൾക്കാരെ നോക്കിയിരിക്കുവാണ്. എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുക. ഞങ്ങളെല്ലാവരും കൂടെ എന്നാ കത്തിക്കാനാണ്? പൂത്തിരി കത്തിക്കാൻ. പൂത്തിരി കമ്പിത്തിരി മത്താപ്പ്. വേഗം പറയാൻ പറ അമേലിയ. നിങ്ങൾ എവിടെ ആയിരുന്നു? എന്നാ നമുക്കിത് കത്തിക്കാം. കത്തിച്ചിട്ട് ഞങ്ങൾ വിടുക. ചക്രം എന്നാ കുഴപ്പം? അതെ. എന്തിനാ വാർക്കപ്പുറത്ത്? ഒത്തിരി വൈബ് വേണ്ടടാ, പിള്ളേരുണ്ട്. റോഡിൽ കത്തിക്കാം. അതെന്നെ കറങ്ങാതിരിക്കാൻ? ഇല്ല, നീ പിടിച്ചു കറക്കിയാ മതി. ഇവിടെ കത്തിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട് ആഞ്ചല. പായല് ചോക്ലേറ്റ് എന്തൊക്കെയാ?
ഡ്രൈവർ നോക്കി ക്യാമറ ഇല്ലേടാ അതിനകത്ത്. പക്ഷെ അവനെന്തിനാ ഈ എത്തിക്കുത്തി നോക്കുന്നേ? അവന്റെ ഹൈറ്റിന് മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. എടാ ഒരു 30 സെന്റിമീറ്റർ കയറ്റിക്കോ. നീ ഇനി ക്യാമറയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി അളന്ന് പെറുക്കി എന്നാണ് ചെയ്യുന്നത്. മതിയടാ മതിയടാ ചേട്ടാടാ എടുത്തു. അതവന്റെ കെടുത്തി അവൾ ഓക്കെയാ, പിടിച്ചോളും. എടോ ഇതെന്തുവാടേ? ഇവരെല്ലാരും കൂടെ ഇവിടെ അതെല്ലാം അവിടെ ഊതി കെടുത്താനൊക്കെ നോക്കുന്നു കമ്പിത്തിരി. ആ കിടുക്ക സാധനം.